ഷോറിലയൻസ് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതിന്റെ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചങ്ക് ബ്രോ കണ്ണമ്പുളവർ ആളുടെ വണ്ടിയാണ് കേട്ടോ. ആള് മൂവാറ്റുപുഴക്കാരനാണ്. വണ്ടി നമുക്ക് ഇവിടെ പെരുമ്പാവൂർ പാർക്കിങ്ങിന് കിട്ടിയാട്ടോ. വണ്ടി ഒരു രക്ഷയിലട്ടെ, എന്നാ ലുക്കല്ലേ. ഇവർക്ക് 3 വണ്ടികളുണ്ട് കേട്ടോ. ഇനിയും 2 പേര് വരാനുണ്ട്, വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത മുതലുകളാണ് കേട്ടോ അവര്. പൊളിയായിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നിരുന്നത് കേട്ടോ. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് എനിക്ക് വഴി കാണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നമ്മളിവിടെ എത്തി. കാരണം നമുക്കറിയാലോ, പാർക്കിംഗ് പറഞ്ഞാൽ മതി, ഗ്ലോബൽ പാർക്കിങ്ങിനാണ് പെരുമ്പാവൂരിൽ കേട്ടോ. ഞാനുണ്ടല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. ഇതൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത് ഈ ലോറിപ്പണിയിൽ പറഞ്ഞതാ. ഒരു രക്ഷയില്ലാത്ത ഫീലാണത്. ദേ നമ്മുടെ മുതല് ആളുടെ ബർത്ത്ഡേ ഉണ്ടോ, രതീശേട്ടൻ. ആള് കൊടുങ്ങല്ലൂരാണ് സ്ഥലം. രതീശേട്ടന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യണം കേട്ടോ. കാരണം രതീശേട്ടൻ ഒരുപാട് സന്തോഷം. ഞാനത് പറഞ്ഞപ്പോൾ കണ്ടില്ല ആളെ മുഖത്ത്. കാരണം ഞാൻ ആളെ വിഷ് ചെയ്തിരുന്നില്ല. കാരണം ആളുടെ ഒരു ഫോട്ടോ പോലെ എനിക്കൊന്ന് സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് കണ്ടപ്പോഴൊക്കെ വീഡിയോ കാര്യങ്ങളോ തന്നെയുള്ളൂ. അങ്ങനെ നമ്മളെ ശങ്കിനെ പിടിച്ച് മുമ്പിൽ നിർത്തി ലോഗോ കൊടുക്കട്ടോ. എന്റെ അടുത്ത് ലോഗോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നാട്ടിലില്ലേ, ഞാൻ നാട്ടിൽ വരുമ്പോൾ തരാം. പക്ഷെ എന്നെ ഒരിക്കലും ആൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ആളൊരു വൈബ് മനുഷ്യട്ടോ. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആ ചിരി ഉണ്ടല്ലോ, അത് മതിയും. ഇത് രാജുവായിട്ടോ. ആള് തെങ്കാശിയാണ് സ്ഥലം. ആളെ ഇപ്പൊ ഇന്നാണ് ഞാൻ കാണട്ടോ. ഒരു രക്ഷയില്ലാത്ത മുതലായിട്ട് ആളും. പിന്നെ ഇത് നമ്മളെ കണ്ണൻചേട്ടന്റെ അച്ഛനാണ്. അച്ഛൻ എനിക്ക് അച്ഛനെ അറിയില്ലെന്നാ. പക്ഷെ അച്ഛനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അച്ഛനൊരു വൈബ് മനുഷ്യൻ തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് പ്രാവശ്യം ഫോട്ടോയിലും ഞാനാണ് കണ്ടിട്ട് നേരിട്ട് വരെ കണ്ടിരുന്നില്ല. അപ്പൊ അച്ഛനോട് ചോദിച്ചാൽ അച്ഛാ ചെലവ് എന്തെങ്കിലും തന്നോന്ന്. എവിടെ ചെലവ്, ആര് തരാൻ ചെലവ് എന്ന് പറഞ്ഞത്. കാരണം റീഷാറിന്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ അത് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്നുണ്ടല്ലേ. എന്തായാലും വണ്ടിയും കേരള രക്ഷയില്ല, പൊളിയാണ് കേട്ടോ. നമ്മളെ മൂവാറ്റുള്ള ടീമാണ് കേട്ടോ അവര്.